ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി വറ്റൽമുളക് ഒരു ബ്രൗൺ കളറിലാവുന്നത് വരെ ഇളക്കി വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളക് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി സെയിം പാനിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. കൈ വെച്ച് അമർത്തി കഴിയുമ്പോൾ നല്ലതുപോലെ പൊടിയണം, അതുവരെ ഇത് വറുത്തെടുക്കണം കേട്ടോ. ഇനി അത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് സെയിം പാനിലേക്ക് തേങ്ങ, ചെറുതായി അരിഞ്ഞ് ഇഞ്ചി, പിന്നെ ചെറുതായി അരിഞ്ഞ കുഞ്ഞുള്ളി ഒരു 4-5 എണ്ണം, പിന്നെ വേപ്പില, അതിനോടൊപ്പം തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് അത് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അത് എല്ലായിടത്തും എത്തി അതിൻ്റെ ഉള്ളിലോട്ട് ചൂടൊക്കെ എത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടിട്ട് വറക്കാൻ തുടങ്ങാം. നല്ലതുപോലെ വറക്കണം. നല്ല ബ്രൗൺ കളറിലായി മൊരിഞ്ഞതുപോലെ ആവണം കേട്ടോ. എല്ലാതും ഉള്ളിയും ഇഞ്ചിയും വേപ്പിലയും എല്ലാം നല്ലതുപോലെ മുരിഞ്ഞ് ഇതേപോലെ ആവണം. ഈ രീതിയിലോട്ട് വരണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചെമ്മീനും പിന്നെ ആ വറ്റൽമുളകും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി ചൂടാറാൻ വെക്കാം. അതിൽ തന്നെ വെച്ച് ചൂടാറാനായി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കുന്നതുകൊണ്ടാണ് വേറെ പാത്രത്തിലോട്ട് മാറ്റിയത്. അപ്പോൾ വേഗം ചൂടാറി കിട്ടും. എന്നിട്ട് അതൊരു മിക്സിയിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നല്ലതുപോലെ പൊടിയാവണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. എങ്ങനെയായാലും ടേസ്റ്റ് ഉണ്ടാവും. ജാറിൽ അടിക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അടിക്കാനായിട്ട്. അത് മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.